കോൺഗ്രസ് MLA-മാർ എന്താണ് കരുതുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരിൽ നല്ലൊരു പങ്ക് KC വേണുഗോപാലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം KC വേണുഗോപാലാണ് അവരെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചതോ അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്തതോ. പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ പണം, കോൺഗ്രസിൻ്റെ പണം, അത് അവർ ഇലക്ഷൻ ഫണ്ടിനായിട്ട് കൊടുത്തു. അപ്പോൾ ആ നന്ദി സൂചകമായിട്ട് KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരിൽ നല്ലൊരു പങ്ക് തീരുമാനിച്ചിരിക്കുന്നു. അത് ശരിയാണോ? ജനാഭിലാഷം മാനിക്കാതെ, ജനങ്ങൾ തങ്ങളെ തിരഞ്ഞെടുത്ത ജനത്തോട് പ്രതിബദ്ധത കാണിക്കാതെ, തങ്ങൾക്ക് കാശ് തന്നയാൾ അല്ലെ തങ്ങളെ സെലക്ട് ചെയ്തയാൾ അങ്ങേരോട് പ്രതിബദ്ധത കാണിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? MLA-മാരെ, നിങ്ങൾ ഈ പോക്ക് പോയാൽ കോൺഗ്രസ് പാർട്ടി എവിടം വരെ എത്തുമെന്ന് നമുക്കറിയാം. കാരണം ഈ പാർട്ടിയിലുള്ളവർക്ക് അവരുടെ താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, അല്ലാതെ ജനകീയ താല്പര്യങ്ങളോ ജനങ്ങൾ തങ്ങളെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിനെപ്പറ്റിയൊന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പതിവ് പോലെ എന്നും അങ്ങനെ തന്നെയായിരുന്നു. കോൺഗ്രസിൽ ചേരുമ്പോൾ തന്നെ നമുക്കെന്തെങ്കിലും കിട്ടണം എന്നുള്ള ധാരണയിലാണ് മിക്കവരും കോൺഗ്രസിൽ ചേരുന്നത്. അല്ലാതെ ഏതെങ്കിലും ആശയത്തിൻ്റെ പേരിൽ, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന ഒരു ആശയത്തിൻ്റെ പേരിൽ ചേരുന്നതാണ്. BJP ചേരുന്നത് പോലും ഒരു ആശയത്തിൻ്റെ പേരിൽ ചേരുന്നതാണ്. ഇപ്പോഴങ്ങനെയല്ല, മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിന്താഗതി, ഞങ്ങളെ തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ അഭിലാഷം എന്താണേലും അത് പ്രശ്നമല്ല. ഞങ്ങൾക്ക് സ്ഥാനം തന്നയാൾ, ഞങ്ങൾക്ക് പൈസ തന്നയാൾ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? കേരളത്തിലെ ജനത എല്ലാം അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി പൂവിട്ട് പൂജിച്ച് പിന്നെ ഇങ്ങ് സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നോ? മറ്റൊരു പിണറായിയുടെ മുഖമായിരിക്കും അദ്ദേഹത്തിൽ കാണാൻ പോകുന്നത്. കാരണം ആളുകൾ ആഗ്രഹിക്കാത്ത ഒരു അടിച്ചമർത്തപ്പെട്ട, ആളുകളെ അടിച്ചമർത്തിക്കൊണ്ട്, ആളുകളുടെ അഭിലാഷത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു നേതാവ് നൂലിൽ കെട്ടി ഇറങ്ങി വരുന്നു. ഇവിടെ കേരളത്തിൽ വലിയ ഒരു ഫോളോവിങ്ങോ അല്ലെങ്കിൽ കേരളത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു നേതാവ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെയും തമ്മിൽ തല്ല്, 2-3 ഗ്രൂപ്പുകളായിട്ട്, പല ഗ്രൂപ്പുകളായിട്ട് ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇനി അതല്ല, ഈ KC വേണുഗോപാലിനെ ആക്കിയാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണ്? KC ഈ MP പദം രാജിവെക്കണം. ആലപ്പുഴയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. അതുപോലെ തന്നെ ഈ സജീവ് ജോസഫിനെ മറ്റോ ഇരിക്കൂറിൽ രാജിവെപ്പിച്ചിട്ട് വേണം അവിടെ മത്സരിച്ച് ജയിക്കാനായിട്ട് MLA. അപ്പോൾ അവിടെ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. അത് 2 വന്നു കഴിഞ്ഞാൽ ആ 2 മിക്കവാറും BJP 2 അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഈ പ്രാവശ്യം BJP ഈ സ്റ്റേറ്റ് ഒട്ടാകെയാണ് പരിശ്രമിച്ചത്. ഇനിയിപ്പം 2 മാത്രം നോക്കിയാൽ മതി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനൊക്കെ നല്ല കാൻഡിഡേറ്റ്, എപ്പോൾ വേണമെങ്കിലും വിജയിക്കാവുന്ന രീതിയിൽ അതിൻ്റെ ആ വിജയത്തിൻ്റെ അടുത്തെത്തി നിൽക്കുന്നു. ഇരിക്കൊരു പിന്നെ അത്രയ്ക്കില്ല എന്ന് തോന്നുന്നു. എങ്ങനെയായാലും ഇങ്ങനെയുള്ളൊരു പരിസ്ഥിതി കേരളത്തിന് കൊണ്ടുവന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? പാർട്ടിക്ക് കൊണ്ടുവന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് എനിക്ക് വാസം പറഞ്ഞാൽ ആ 3 നേതാക്കളോടും അമർഷമാണ് തോന്നുന്നത്. ചെന്നിത്തലയോടും VD സതീശനോട് അത്രയില്ല, ചെന്നിത്തലയോടും KC വേണുഗോപാലിനോടും. ഹൈക്കമാൻഡിനെ ഒരു വെട്ടിലാക്കിയവർ. യാതൊരു ആവശ്യമില്ലാത്തൊരു കാര്യം ലോകത്തിലുള്ള സർവർക്കും അറിയാം. VD സതീശനാണ് പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന് ഈ ഇലക്ഷൻ നയിച്ചത്, ഈ പടപ്പോരാട്ടം നടിച്ചത്. അപ്പോൾ ന്യായമായിട്ടും അങ്ങേരാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. പിന്നെ ഇവരേത് വകുപ്പിലാണ് മുഖ്യമന്ത്രി ആവണമെന്നും പറഞ്ഞു വരുന്നത്? ഈ പണ്ടങ്ങാണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ആനുകൂല്യങ്ങളെല്ലാം പറ്റിയിട്ടുമുണ്ട്. KC വേണുഗോപാൽ അഖിലേന്ത്യാ നേതാവാണ്. അവിടെയാണല്ലോ അദ്ദേഹം തിളങ്ങുന്നത്. കേരളത്തിൽ അത്ര തിളങ്ങിയില്ലല്ലോ. കേരളത്തിൽ അത്ര തിളങ്ങിയിരുന്നെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വരില്ലായിരുന്നല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അർഹതയുള്ള ആളെ തഴയാൻ വേണ്ടി മത്സരമുണ്ടാക്കുക, മത്സരത്തിൽ ഹൈക്കമാൻഡിനെ വീട്ടിലാക്കുക. ഹൈക്കമാൻഡ് എന്ത് ചെയ്യും? ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് വലുത്, കേരളമാണ് വലുത്. ഈ കേരളത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അവരെ സംബന്ധിച്ചിടത്തോളം വേണുഗോപാലിനോട് അവർക്ക് വിരോധമില്ല, ചെന്നിത്തലയോടും വിരോധമില്ല, VD സതീശനോടും വിരോധമില്ല. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു ഫേവർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റോ 2 പേരും പിണങ്ങും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്, അങ്ങനെ ഒരു വെട്ടിൽ ഈ നമ്മുടെ ടീഷർട്ട് വാലായെ കൊണ്ടുപോയി ആക്കിയെന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടം തന്നെ. ഹൈക്കമാൻഡ് ടീഷർട്ട് വാല തെറ്റായ ഒരു പ്രയോഗമല്ലാന്ന് തോന്നുന്നു. ജൂബാ വാല എന്നൊക്കെ പറയുന്ന പോലെ ടീഷർട്ട് വാല. നമ്മൾ ഈ ടീഷർട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാഷ്വലായിട്ട് ഇവിടെയൊക്കെ വല്ല പരിപാടി പ്രധാനമായിട്ടും വീട്ടിലൊക്കെ നടക്കുമ്പോഴാണ് ടീഷർട്ട് ഉപയോഗിക്കുന്നത്. ഔദ്യോഗിക സ്ഥലത്തൊന്നും പോകുമ്പം ടീഷർട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ട് ഞാൻ മുമ്പ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിരുന്നു, മോശമായിട്ടല്ല. പിന്നെ എങ്ങനെയായാലും ഇതിന് ഈ കോൺഗ്രസ്സുകാർ തന്നെ ഒരു ഉത്തരം പറയേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഈ ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത, ജനങ്ങളെന്ത് ആഗ്രഹിച്ചു എന്നുള്ളത് നോക്കുക. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രം കൊടുക്കാനല്ല, പാർട്ടിയുടെ താല്പര്യങ്ങൾ നോക്കണം. പാർട്ടിയുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പോപ്പുലറായ ഒരു നേതാവിനെ മാറ്റി നിർത്തിയിട്ട്
മറ്റുള്ളവരെ ജയിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് അധികാരം കൊടുക്കുന്നതാണോ പിന്നെ പാർട്ടിയുടെ താല്പര്യം? അത് നമ്മൾ മധ്യപ്രദേശിലും പിന്നെ രാജസ്ഥാനിലും ഒക്കെ കണ്ടതാണ്. ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ടുവന്നു, അവിടെ ആ പാർട്ടി അവിടെ BJP അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ സതീശനെങ്കിൽ സതീശൻ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുകയായിരുന്നു. അത് അന്ന് തന്നെ പിന്നെ പാർട്ടി ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറയേണ്ടതായിരുന്നു. പിന്നെ ഈ ഇലക്ഷനിൽ ഈ വിജയം നേടി വന്ന ആൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാകുമെന്ന്. പക്ഷേ വലിച്ചു നീട്ടി ഇപ്പം ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുന്നു. എന്തെല്ലാം തരത്തിലുള്ള പരാമർശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. എന്തോ ഒരു നാണക്കേട്.